ഇന്ന് കുറച്ച് വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്, വേറൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ ശിവറാം ടെക്സ് എന്നുള്ള ഷോപ്പിലോട്ട് വന്നിരിക്കുന്നത് ഒരു പ്രമുഖ താരമാണ്. അതും ടി വി സീരിയലിൽ നിങ്ങൾ എല്ലാവരും ഡെയിലി കാണുന്ന മുഖം ജിത്തു വേണുഗോപാൽ. കറക്റ്റ്, ജിത്തു വേണുഗോപാലാണ് നമ്മുടെ ഈ ഷോപ്പിൽ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്കുണ്ട്. ഈ ശിവറാം ടെക്സിലേക്ക് തന്നെ നിങ്ങൾ ഒരു വെഡ്ഡിങ് പർച്ചേസിനായിട്ട് ഒരു ഏതോ മറ്റേ സ്വന്തക്കാരുടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ പർച്ചേസിനായിട്ട് ഇവിടെ വന്ന് ഇത്ര നേരം രാവിലെ വന്നതാണ്. ഞാനിപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ വന്നതാണ്. ഇപ്പോഴാണ് ഞാൻ വന്ന് നോക്കുന്നത്. വന്നുകൊണ്ടേ ഞാൻ ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ ജിത്തു വേണുഗോപാലിന് ശിവറാം ടെക്സ് എന്നുള്ള സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നൊരു അതിയായ സന്തോഷമുണ്ട്. പോരെ, ഓക്കെ. അതും കല്യാണ സാരിയൊക്കെ നല്ല കളക്ഷൻസാണ് എടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇഷ്ടംപോലെ കല്യാണ സാരികൾ എടുത്തിട്ടുണ്ട്, നല്ല കളക്ഷൻസൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണ സാരികളുടെ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയും സന്തോഷം എനിക്കാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഇങ്ങനൊരു വെഡ്ഡിങ് കളക്ഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എൻ്റെ അറിവിൽ നമ്മൾ കേരള ജനത കൂടുതലും ഇടുന്ന ഒരു വസ്ത്രാലയത്തിലേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സന്തോഷം അറിയില്ല. കാരണം ഞാൻ ഇതിനും വലിയൊരു കളക്ഷൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതും ഒരു സെക്ഷനിലേക്ക് പോയി തന്നെ അവിടെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട്. അത് ഓരോരോ ഫ്ലോറും പോയി എടുത്ത് കാണിച്ച് തന്ന് ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത വരെ പുള്ളിക്കാരൻ നമ്മളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി കാണുമ്പോൾ തന്നെ ശരിക്കും സന്തോഷമാണ്. കാരണം ഇതിനെപ്പറ്റി ഒന്നും ഇപ്പോഴത്തെ ഒരു ജനറേഷനൊന്നും ഈ ഒരു ഡ്രസ്സിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ. ഓരോ ഡ്രസ്സിനും ഓരോ ഇപ്പോൾ ധോത്തി ആയാലും എന്താ പറയുക, ധോത്തി, സാരി, ധാവണി സെറ്റ്, ഇതിലൊക്കെ ഈ മെറ്റീരിയലൊക്കെ പല എന്താ പറയുക, അതിനൊരു എന്താ രാസനാമം എന്നൊക്കെ പറയല്ലേ നമ്മളൊരു 100% അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരു പല അതായത് ഉത്ഭവം എന്ന് പറയാം. അതിൻ്റെ ഒറിജിൻ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ഇതിൻ്റെ 6 തലമുറയായിട്ടാണ് നമ്മൾ ഈ ശിവറാം ടെക്സ് എന്നുള്ള സ്ഥാപനം നമ്മൾ 6 തലമുറയായിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് വന്നതല്ല. കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓരോ നൂലും കശവും എല്ലാം അത്രത്തോളം പെർഫെക്റ്റായിട്ട് പഠിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ഇപ്പോൾ താങ്കൾ കണ്ടിരിക്കുന്ന എല്ലാം തന്നെ ന്യൂ വെറൈറ്റി. ഇനി ഓണത്തിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മളിപ്പോൾ വിഷു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓണത്തിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്രയും കളക്ഷൻസ് കാണാനും കാരണം. വിഷു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, നല്ല സെയിൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോക്ക് കയറി. ഇനി ഓണത്തിന് നല്ല സ്റ്റോക്കുകൾ ഇനി വരുന്നുള്ളൂ. അത് വേറെ കാര്യം അല്ലേ? 100% 100% അത് ശരിയാണ്. മറുപടിയും ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഓരോ ക്വാളിറ്റിയും ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞത്, സത്യസന്ധമായിട്ട് ഇവിടെ വരുന്ന ഏതൊരു പാർട്ടിക്കും അല്ലെങ്കിൽ ഏതൊരു കസ്റ്റമറിനും നമ്മൾ എന്നുള്ളത് ഒരു എൻ്റെ അടുത്ത് വന്ന പറ്റിക്കപ്പെട്ടു എന്നുള്ള ചിന്ത ഒരിക്കലും വരരുത്. സത്യസന്ധമായിട്ട് എന്തായാലും അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ചിന്ത. തീർച്ചയായും അത് സത്യമായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എൻ്റെ പർച്ചേസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സീരിയൽ ഓഡിയൻസാണ് എല്ലാവരും നമ്മുടെ മൗനരാഗം കാണുന്ന നമ്മുടെ ഫാൻസാണ്. ഇവരെല്ലാവരും കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനത്തുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം. ഫാൻസാരൊക്കെ വന്നിട്ട് സാധാരണ എടുത്തിടിക്കാറാണ് പതിവ്. ഇല്ല, ചുമ്മാ പറയട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ സീരിയലിനെ പറ്റിയുള്ള എപ്പിസോഡ്സും ഇതെങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫാൻസാണ്, എല്ലാവരും നമ്മുടെ ഫാൻസാണ്. അപ്പോൾ ഇവരെ വിലയേറിയ ആ സമയം ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ എൻ്റെ തൊട്ട് ബാഗിൽ വന്ന് നിൽക്കാനുണ്ടോ. അപ്പൊ എന്തായാലും സൂപ്പർ കണ്ടോ, അവരുടെ പ്രാർത്ഥന കണ്ടല്ലേ നമ്മുടെ സ്റ്റാഫിന്റെ. എന്തെങ്കിലും ആവട്ടെ, ഇത്ര ആൾക്കെല്ലാം ഒരാളെ എത്തി പറഞ്ഞല്ലോ. സിനിമയിലും കാണട്ടെ, സിനിമയിൽ അതാണ് നമ്മുടെ സ്റ്റാഫ്. ശിവറാം ടെക്സും ശിവറാം ടെക്സ് സ്റ്റാഫും എല്ലാം തന്നെ അത്രത്തോളം നന്മ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അവർ പ്രാർത്ഥിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് തിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരാം എല്ലാവർക്കും. കാരണം വെച്ചാൽ എല്ലാ ഇതിപ്പോൾ ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത് കേട്ടോ. ആ താഴോട്ട് ഇവിടെ കയറി വന്നതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ഷീണമായിരുന്നു. ഈ ക്ഷീണത്തിനുള്ള എന്താ പറയുക, ഒരു പ്രതിഫലമായിട്ട് അവർ തന്നത് ഇതിനെപ്പറ്റിയുള്ള എക്സ്പ്ലെയിൻ ആണ്. എന്താ പറയുക, പുരാതന കാലം മുതലേ ഉള്ള ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയാം.
അന്ന് തൊട്ടുള്ള കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു. ഇതിനെപ്പറ്റി ഒരു ചുക്കും അറിയില്ലായിരുന്നു എനിക്ക് ഉള്ള കാര്യം പറയാൻ. അത് നമ്മുടെ വെങ്കട് സാറാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. എനിവേ താങ്ക്സ് എല്ലാവർക്കും. ഇനി വീണ്ടും കാണട്ടെ. എന്തായാലും ഞാൻ ഇനി അടുത്ത വെഡിങ് പർച്ചേസ് ഇവിടെ തന്നെ ആയിരിക്കും. അത് വേറെ കാര്യം. ഇനി വേറെ നാട്ടിൽ സ്റ്റേറ്റിലേക്കൊന്നും ഞാൻ പോവില്ല. എനിവേ താങ്ക് യു ശരി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി സിനിമയിലേക്ക് കാണട്ടെ. ഓ ആയിക്കോട്ടെ, സന്തോഷം.